അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുഞ്ഞു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. തൻ്റെ പ്രിയപ്പെട്ട മിസിരിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മുഴുകി നിൽക്കുകയാണ് അവൻ. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ സമീറയെയും ഉസ്താദിനെയും മക്കളെയും അവരുടെ വീട്ടിൽ കൊണ്ടാക്കി കുഞ്ഞു അതാ തിരിച്ചു പോകുന്നു. അന്ന് പിന്നെ നേരെ അവൻ ചെന്നത് വീട്ടിലേക്കായിരുന്നു. എന്നാൽ ഫസീല അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു, എന്താണ് അത്ര ലേറ്റായത്? അതെ, ഉസ്താദിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഐഷുമ്മയുടെ അടുത്തേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താടാ, മിസ്രിയെ കണ്ടോ? ഈ ഇടക്കിടക്ക് അനക്ക് പുത്തൻവീട് തറവാട്ടിലേക്ക് ഒരു പോക്കുണ്ടല്ലോടാ. എന്താ, മിസ്രിയെ കണ്ടോ? ഏയ്, മിസ്രി ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല താത്ത. മിസ്രി ഇപ്പോൾ ഭയങ്കര നാണക്കാരിയായിരിക്കണം താത്ത. ചെക്ക, അതെ, അത് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? കാരണം എന്താ, വിവാഹ ദിവസമൊക്കെ അടുത്ത് വരില്ലേ? ഐഷമ്മ പറഞ്ഞെന്താ കേട്ടോ, ഒരു നിക്കാഹ് ആക്കാം, നിക്കാഹും കല്യാണം ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ആക്കാം. എന്താ, ഇൻഷാ അല്ലാ. എൻ്റെ മോനെ ഒരിക്കല്ലേ നമുക്ക് എന്നാൽ മഹർ വാങ്ങാൻ പോയാലോ? മഹർ അല്ല, അവളോട് ഒരിക്കൽ കൂടി സമ്മതം. ഇനി എന്താടാ സമ്മതം ചോദിക്കാൻ? അവൾ ഓക്കെ ആണല്ലോ. നിനക്കറിയില്ല, അവൾ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോഴൊക്കെ എത്ര ഹാപ്പിയുമാണ് അവൾ. ഒരു പ്രോബ്ലവും ഇല്ല അവൾക്ക്. നിന്നോട് ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഐഷുമ്മക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നിയതും. എടാ, നീ വേറൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അല്ല, നമുക്ക് മഹർ വാങ്ങാൻ പോടാ. എന്താ, പറ്റൂലേ? എൻ്റെ പൊന്നിത്ത, മഹർ എത്ര ആളുകൾ എനിക്ക് സ്പോൺസർ ചെയ്യുന്നത്. ഈ സ്വർണത്തിന് വില കൂടിയ സമയത്ത് ഐഷുമ്മ പറഞ്ഞു, മോനെ മഹറിനുള്ള പൈസ ഞാൻ തരാം. പിന്നെ എൻ്റെ ഇത്ത പറയുന്നു ഞാൻ തരാം. ഒന്നും വേണ്ട. ഇപ്പം അൽഹംദുലില്ലാ ജോലിയിൽ കുറച്ച് മാസമായിട്ട് കയറിയിട്ടേ എനിക്ക് ഷാമോൻക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി തരുന്നുണ്ട്. അതായത് ഗൾഫിൽ പോലും നമ്മളിപ്പോൾ അക്കൗണ്ടൻ്റൊക്കെ ഫസ്റ്റ് ടൈം ഏറ്റെടുക്കുകയൊക്കെ ആണെങ്കിൽ തന്നെ ഏകദേശം 40 ഒക്കെ അല്ലേ ശമ്പളം ഉണ്ടാകുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 35, 40 ഒക്കെ. പക്ഷേ ഇത് അങ്ങനെ അല്ലിത്ത, കണ്ടറിഞ്ഞ് തരാറുണ്ട് സത്യമായിട്ടും. പിന്നെ മാസത്തിൽ ഉമ്മാക്കും ഉപ്പാക്കുള്ള മെഡിസിൻസിനുള്ളത്, ഫുഡിനുള്ളതൊക്കെ തരും. എന്നോട് പറയും, കുഞ്ഞു കുറച്ച് നീ സേവ് ചെയ്തോ, നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അൽഹംദുലില്ലാ ഒരു 1-2 പവനൊക്കെ വാങ്ങാനുള്ള പൈസ ഉണ്ട്. ആണോ മോനെ? മാഷാ അല്ലാ. പിന്നെ 1-2 പവന് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഒരു പവൻ്റെ മാല ചെറിയൊരു സിമ്പിളല്ല അവരൊക്കെ ഇടുള്ളൂ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പെൺകുട്ടികൾക്കൊക്കെ അതായിരിക്കും ഇഷ്ടം. ആ മോനെ, മിസ്രിയുടെ കഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലൊരു നെക്ലേസ്. എന്ത് ഭംഗിയാണ് മോനെ കാണാൻ. അതുപോലൊക്കെ സിമ്പിളായിട്ട് വേണമെങ്കിൽ. ഇത്ത, മഹറാകുമ്പോൾ ലൈറ്റ് വെയ്റ്റ് കൊടുക്കണോ? കുറച്ച് മോനെ, എങ്ങനെ കുഴപ്പമില്ല, ഒരു 2-2.5 പവൻ എടുത്തോ. പഴയ കാലത്തൊക്കെ 5 പവനോ 6 പവനൊക്കെ ആയിരുന്നു മഹർ തന്നിരുന്നത്. അതായത് അന്ന് 50 പവനാണെങ്കിൽ 5 പവൻ മഹർ, 40 ആണെങ്കിൽ 4 പവൻ മഹർ, പിന്നെ 70 ആണെങ്കിൽ 7 പവൻ മഹർ. അന്നത്തേക്ക് ഒരു കാര്യമില്ലേ. ഇപ്പം എന്നാലും ഒക്കെ മാറ്റം വെച്ചുട്ടോ. ഒരു കാലത്ത് പെൺമക്കളുടെ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ടു. സ്വർണവും പണവും കൊടുക്കാൻ കഴിയാതിരുന്നാൽ അവർ നിക്കാഹ് കഴിക്കാൻ ആരുമില്ല. എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു വാക്കെന്താ, 100 വേണം, അല്ലെങ്കിൽ 75 വേണം, അല്ലെങ്കിൽ 100 കാറും. എന്തൊക്കെയല്ലേ അന്ന്. അങ്ങനെ ഒരു കച്ചവടം പോലെയായിരുന്നു. അതെ, ഒരു അറക്കാൻ കൊണ്ടുപോകുന്നൊരു പോത്തിന് അതിലേറെ വില കിട്ടും. പക്ഷേ ഇത്രയും സ്വർണവും പണവും കൊടുത്ത് പെൺമക്കളെ കെട്ടിച്ചു വിടുന്നു. എന്നാൽ അവിടെ എത്തിയാലോ അമ്മായിമാരുടെ കണക്ക്, സ്വർണം പണ്ടം തേച്ചില്ലേ, അല്ലെങ്കിൽ അതില്ലേ, തൂക്കല്ലേ എന്ന് പറഞ്ഞ് പലരും അറിയാതെ തൂക്കിക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെ. പിന്നെ പോരാത്തതിന് വീട്ടിലുള്ള മുഴുവൻ ജോലികളും പാവപ്പെട്ട ആ പെണ്ണിൻ്റെ ഉത്തരവാദിത്തം. അതെ, കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, പണിയെടുക്കുന്നുണ്ടോ പെണ്ണെന്നാണ്. കാരണം വീട്ടുജോലി ചെയ്താലാണ് അവർക്ക് സന്തോഷമാവുക. അഥവാ എടുക്കാതെങ്ങാനും ഒരു ദിവസം നാണിച്ചെങ്ങാൻ നിന്നാൽ ഓളുടെ അവിടെ കുത്തിച്ചാരി നിൽക്കണേ, ഒന്നും അറിയില്ലേന്നാവാം, ഒന്നുകൊണ്ട് കണ്ടറിഞ്ഞെടുക്കണ്ടേ. അങ്ങനെയും പഠിച്ചോനെ. ശരിക്കും ഫസീൽ അത് പറഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു, എൻ്റെ പൊന്നിത്ത, അത് അന്ധകാലം. ഇത് ഇന്നത്തെ കാലം അങ്ങനെയൊന്നല്ല. ഇപ്പോൾ ആണുങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മഹർ കൊടുക്കുക, കല്യാണ ചിലവ്, കാര്യങ്ങൾ, ഡ്രസ്സ് മുഴുവൻ ആണുങ്ങൾക്കാണ്. പിന്നെ ഒരു ഐഫോണും. എല്ലാവരും ചോദിക്കുന്നത് ഐഫോൺ തരുമോ, ഐഫോൺ കിട്ടുമോ? ഐഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ എത്രയോ കല്യാണം മുടങ്ങിയിട്ടുണ്ട്. പിന്നെ പോരാത്തിന് പിന്നെ ഒന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ, വീട്ടിലത്തെ ഉമ്മാക്ക് ഷുഗറോ പ്രഷറോ എന്തെങ്കിലും ഉണ്ടോ, ഷുഗർ ഉണ്ടോ, അപ്പോൾ എന്താ രാത്രി ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ വരെ ചോദിക്കുന്ന കുട്ടികളുണ്ട് മക്കളെ. കുഞ്ഞോ, ഈ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, മിസ്സിരി പാവം പെണ്ണല്ലേ, അവൾക്ക് അങ്ങനത്തെ ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല. അല്ല, അതിപ്പോൾ ഞാൻ മൊബൈൽ ഷോപ്പിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിലൊന്നും വിഷയമില്ല. എനിക്ക് ഷാമോനെ തന്നെ ഇഷ്ടം പോലെ പൈസ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മതി. പിന്നെ ഐഫോൺ 18 Pro Max വരികയല്ലേ, എൻ്റെ അടുത്ത് ഇപ്പോൾ 17 ആണുള്ളത്. ഇതിപ്പോൾ ഷമ്മാസ് ഒന്ന് നിർബന്ധിച്ച് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാലോ. എടാ, എന്തായാലും എൻ്റെ ഇഷ്ടം പോലെ. കാരണം പാവം പെണ്ണല്ലേ, എത്തിയുമായി വളർന്നതല്ലേ, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായമൊക്കെ കൊടുക്കുക. എനിക്ക് ഐഫോണൊന്നും വേണമെന്നില്ല, ഇത് അവൾക്ക് കൊടുക്കാം അല്ലേ. ഓ, ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് അവളെ ഭാഗ്യം. എന്നാലും 18 ഇറങ്ങി എന്നിട്ടാണെങ്കിൽ കല്യാണമെങ്കിലോ 2 മാസം കൊണ്ട് വെയിറ്റ് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്താ, അവൾക്ക് ഞാനത് കൊടുക്കും, എക്സ്ചേഞ്ച് ചെയ്താൽ പോരെ. എന്നിട്ട് ഞാനൊരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കും, അത് മതിയല്ലോ എനിക്ക്. അവൾക്കല്ലേ അതൊക്കെ കൊടുക്കേണ്ടത്. എടാ, എൻ്റെ മനസ്സ് എന്തായാലും പടച്ച റബ്ബ് ഏതായാലും നല്ല രീതിയിൽ ഇത് നടത്തി തരട്ടെ. എന്നാൽ അവർ മഹർ വാങ്ങുന്നതിനെക്കുറിച്ചും ഐഫോൺ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളൊക്കെ ആയിരുന്നു അങ്ങനെ. എന്നാൽ മക്കളെ ഒന്ന് പോയി കിടന്നുറങ്ങിക്കാളി രണ്ടാളും കൂടി. ഇതിപ്പോൾ കല്യാണത്തിരക്ക് ഓല് കുറേ ദിവസമായി തുടങ്ങിയിട്ട്. എന്നാൽ പിന്നെ വേഗം ആക്കിക്കൂടെ. അതൊക്കെ ഇനി മഹർ വാങ്ങാൻ പോലും ഡ്രസ്സ് വാങ്ങാൻ പോലും ഫോൺ വാങ്ങാൻ പോലൊക്കെ പിന്നാക്കും. ഒന്ന് പോയി കിടന്നുറങ്ങിക്കോളി മക്കളെ. 10-12 മണിയായി തുടങ്ങി നിങ്ങൾ കിടക്കണ്. ഇതിപ്പോൾ സുബി തെറ്റൂല ഇങ്ങനെ ഫോണും ഈ വർത്താനം പറഞ്ഞിരുന്നാൽ. സുബി തെറ്റിച്ചേലി മക്കളെ. തഹജ്ജുദിന് നീച്ചാളാണ് ഓൾക്കൊക്കെ. ഇനിയിപ്പോൾ എപ്പോഴാ ഉറങ്ങി നീച്ചിട്ട് ആകപ്പാടെ ക്ഷീണമല്ലേ ഈ കാരം. ഒന്ന് വേഗം കിടന്നാണി നിങ്ങൾ. എത്ര നേരമായി ആങ്ങളെയും പങ്ങളും വർത്താനം തുടങ്ങിയിട്ടിരുന്നു. എന്നാൽ അതാ അവൻ ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ, ഫസീലത്തിയുടെ ആഗ്രഹമല്ലേ, ആങ്ങളമാർ 2 ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ഫസീല പെട്ടെന്ന്, എൻ്റെ പൊന്നാര കുഞ്ഞോ, ആങ്ങളമാർ 2 ഉണ്ട്, പക്ഷേ വലിയ ആങ്ങള കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്താ പഠിച്ചോനെ ആ നാത്തൂൻ്റെ ഒരു സ്ഥിതി. അവിടെ നിന്ന കാലമൊക്കെ എനിക്ക് മറക്കാൻ കഴിയില്ല പൊന്നാര പടപ്പേ. ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു വിധി ഇല്ലാതിരിക്കട്ടെ. എന്നാൽ ഉമ്മ പറഞ്ഞു, അതേ പൊന്നാര ഫസീല, അത് കുറച്ചൊക്കെ എൻ്റെ കയ്യിലിരിപ്പോണ്ടുമാണ്. പിന്നെ വെച്ചാൽ എന്താണെന്നോ, എൻ്റെ വലിയ മോനെ ഓൻ്റെ പെണ്ണുങ്ങളെ കയ്യിലാണ്. ചില പെണ്ണുങ്ങളെ കയ്യിലേ ആണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാലേ കളിമണ്ണ് പോലെയാണ് മക്കളെ. ഓല് ഏത് രൂപത്തിലും അങ്ങോട്ട് ആക്കിയെടുക്കും. ആയിക്കോട്ടെ, സാരമില്ല, ഓല് നല്ല റാഹത്തോടു കൂടി കഴിയട്ടെ, റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി കഴിയട്ടെ. നമുക്ക് അതുള്ളൂ. മക്കളായാലും നല്ല രീതിയിൽ ഭാര്യയും ഭർത്താവിൻ്റെ ഒപ്പം കഴിയണം നല്ല രീതിയിൽ. ഓല് പ്രശ്നം തിരക്കും കുതൂലൊക്കെ ആയ മനസ്സിന് സമാധാനമില്ല. ഇപ്പം എൻ്റെ ഫസീല എൻ്റെ കാര്യത്തിൽ ഉമ്മാക്ക് എന്തൊരു സമാധാനമാണ്. മറ്റേ ഉമ്മാക്ക് സമാധാനം ഉണ്ടായിന്. എന്തേനും എൻ്റെയൊക്കെ ഒരവസ്ഥ റബ്ബേ. ഉമ്മ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. കുഞ്ഞ് പറഞ്ഞു, ഓളെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടി വന്നു. പിന്നെ ഇപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ പഠിച്ച റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് നേരായ വഴിയിലായി. ഇപ്പം അൽഹംദുലില്ലാ 3ാമത്തെ ഗർഭിണിയാണ്. ഏതായാലും പഠിച്ച തമ്പുരാനെ മരിക്കോളം നല്ല രീതിയിൽ റാഹത്തോടു കൂടി ഇസ്സത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽക് റഹ്മാനെ. പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുവിൻ്റെ നിക്കാഹും കൂടെ നടന്നു കഴിഞ്ഞാൽ മക്കളെ കല്യാണം പരിപാടിയൊന്നും വേണ്ട, ഒന്ന് നിക്കാഹിച്ച് കൂട്ടിക്കൊടുന്നാളേ. പെട്ടെന്ന് ഉപ്പ പറഞ്ഞു, അതിപ്പോൾ എങ്ങനെയടി, അതിപ്പോൾ ഓൻ്റെ കൂട്ടുകാരുണ്ട്, പിന്നെ പുത്തൻവീട് തറവാട്ടിൽ എത്രങ്ങാനും ആൾക്കാരുണ്ട്. ഓൾ അവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് ഓൾക്കിപ്പോൾ കുടുംബം കൂട്ടില്ലാന്ന് വെച്ചിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഇല്ലേ, അപ്പോൾ അതിപ്പോൾ പറ്റൂരല്ലോ. ആ വൃദ്ധനായ പിതാവ് അത് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ എന്താ മനുഷ്യ കണ്ടക്കണ് അല്ലേ, ആയുഷുമ്മ സമ്മതിക്കും തോന്നുന്നില്ല. ഓള് നാടറിഞ്ഞിട്ടല്ലേ എന്ത് പരിപാടി നടത്തുള്ളൂ, അല്ലാതെ ചെറിയ പരിപാടി ഇല്ലല്ലോ. പൊന്നായ മനുഷ്യ, നമുക്ക് വേഗം കെട്ടിക്കൊടുന്നാലേ എൻ്റെ കുഞ്ഞുവിൻ്റെ കാര്യത്തിൽ സമാധാനമായി. എന്നാൽ പിന്നെ എനിക്ക് കണ്ണടച്ചാലും മതിയായി. എനിക്കിപ്പോൾ മരിച്ചാനാ പൂതി. ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുന്ന ഒരു കുട്ടികളെ കാട്ടെ, എന്നിട്ടൊക്കെ മരിച്ചവനെ ചിന്തിക്കാം. എൻ്റെ പൊന്നാര മനുഷ്യങ്ങൾ എന്തീ പറയണത്. മരണം എന്ന് വെച്ചാൽ നമ്മളെ ചെരുപ്പിൻ്റെ വാറുപോലല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ. ആണ്, എന്നാലും ഇജ്ജ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കാരടി, നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ. ഏതായാലും എൻ്റെ കുഞ്ഞുവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു കുട്ടിയൊക്കെ ആയി കിട്ടട്ടെ, ഓനെ നോക്കാനും വേണ്ട ഒരാൾ. അല്ലാ പഠിച്ചോനെ. ഇനിയിപ്പോൾ ഫസീലും നവാസും ചിലപ്പോൾ ഇനി വേറെ പെരുങ്കുറ്റത്തെടുത്ത് പോവുകയാണെങ്കിലോ, ഇവിടെ ഇപ്പോൾ കുഞ്ഞും ഓളും നിൽക്കുകയാണെങ്കിലോ, അങ്ങനെയൊക്കെ ആവുമ്പോഴേ ഓനക്കൊരാൾ വേണ്ടേ. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പിന്നെ ചിന്തിക്കുക. ഇപ്പോൾ ഏതായാലും ഫസീലും നവാസും ഇവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ പുത്തൻവീട് തറവാട്ടുകാരെടുത്ത് തന്ന വീട് തന്നെയല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാണ് മോനെ. എന്നാൽ പിന്നെ പോയി കിടന്നുറങ്ങിക്കോളി, നേരം അയക്കണ്.
നീ രാവിലെ നിസ്കരിച്ചാൽ നീ ചായ കിട്ടൂല, തടി ഇങ്ങോട്ട് പൊന്തി കിട്ടൂല. അള്ളാ പഠിച്ചോനെ. ആ ഉമ്മയും ഉപ്പയും ഉറക്കത്തിലേക്ക് അതാ വഴുതി വീഴുന്നു. എന്നാൽ ഈ സമയം നമ്മുടെ കുഞ്ഞുവിന് എന്തെന്നില്ലാത്ത സ്വപ്നങ്ങളായിരുന്നു. അവൻ്റെ മനോഹരമായ സ്വപ്നങ്ങൾ. അവൻ ജനാല തുറന്ന് പുറത്തെ ആകാശത്തേക്ക് നോക്കി. അത് ആകാശത്ത് നക്ഷത്രത്തിനിടയിൽ കാണുന്ന ആ ഒരു മനോഹരമായ ചന്ദ്രരൂപം. റബീഉൽ അവ്വലിൻ്റെ ആ അമ്പിളി കണ്ടപ്പോൾ ശരിക്കും അവൻ്റെ മനസ്സിലുദിച്ചത് തൻ്റെ മിസ്സിരിയുടെ മുഖമായിരുന്നു. മിസ്സിരിയുടെ പൂനിലാവ് പോലുള്ള ആ ഒരു മുഖം അതവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ജനാലയിലൂടെ അടിച്ചു വീശിയ നിലാവിന് കട്ടി കൂടുതലായതുപോലെ അവന് തോന്നി. പുറത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്തെ പൂർണ്ണചന്ദ്രൻ മിസ്സിരിയുടെ മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുന്നതായിരുന്നു അവൻ്റെ കണ്ണ്. പൂനിലാവ് പോലെയുള്ള തൻ്റെ മിസ്സിരി കുഞ്ഞു മനസ്സിൽ എന്നും അവൻ കൊണ്ടു നടന്നിരുന്ന ആ പെണ്ണ്, അതെ, കുഞ്ഞുവിൻ്റെ മനസ്സിൽ അവളായിരുന്നു. ആകാശത്തിലെ അമ്പിളിയിലും അവൻ കണ്ടത് അവളുടെ ആ പുഞ്ചിരി മാത്രമായിരുന്നു. അതെ, മിസ്സിരി, എൻ്റെ എല്ലാമെല്ലാമായ മിസ്സിരി തന്നിലേക്ക് അലിഞ്ഞു ചേരുന്ന ദിവസം എന്നായിരിക്കും. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആ ചന്ദ്രനെ തന്നെ അവൻ മനോഹരമായി നോക്കി നിന്നു. അവൻ്റെ ഭാവന അവന് കാട്ടിക്കൊടുത്തു. ആ നിമിഷം സമയം നിശ്ചലമായതുപോലെ അവൻ അനുഭവപ്പെട്ടു. ചുറ്റുമുള്ള ലോകത്തിൻ്റെ ശബ്ദങ്ങളെല്ലാം മാഞ്ഞുപോയി. അവൻ്റെ മനസ്സിൽ മിസ്സിരിയുടെ സാന്നിധ്യം മാത്രം നിറഞ്ഞു നിന്നു. അവളില്ലാതെ ഒരു ജീവിതം അവന് ചിന്തിക്കുവാനേ കഴിയുമായിരുന്നില്ല. അവളുടെ ഓരോ നോട്ടവും ചിരിയും അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വേരോടിക്കഴിഞ്ഞിരുന്നു. ആ നിലാവിൻ്റെ കുളിർമ തൻ്റെ നെഞ്ചിലേക്ക് പടരുന്നത് അവനറിഞ്ഞു. ആ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും ആ ഒരു നിമിഷങ്ങൾ അവൻ്റെ ഉള്ളിൽ ഒരു യുദ്ധവും ഒപ്പം വലിയൊരു ശാന്തിയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഈ കാത്തിരിപ്പ് എപ്പോഴാണ് ബുഷി അവസാനിക്കുക? ആ മറുപടി ആകാശവും സർവശക്തനായ റബ്ബും മാത്രം അറിയാം. എങ്കിലും അവളുടെ സാന്നിധ്യം തന്നിലേക്ക് അലിഞ്ഞു ചേരുന്ന ആ ദിവസത്തിനായി അവൻ വീണ്ടും ആ നിലാവിനെ നോക്കി മനമുരുകി പ്രാർത്ഥിച്ചു. പഠിച്ചോനെ, എൻ്റെ മിസ്സിരി, അവളെ എനിക്ക് വേഗം തരണമല്ല. അവൾ എനിക്കുള്ളതാണ് കേട്ടോ. അല്ലാ, പെട്ടെന്ന് നീ റെഡിയാക്കി തരണേ. തൻ്റെ പ്രിയപ്പെട്ട മിസ്സിരിയുടെ മുഖം മാത്രം മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ട് അവനതാ ബെഡിലേക്ക് കിടന്നു. തൻ്റെ കൂടെ അവൾ കിടക്കുന്ന പോലെ, അവൾ തൻ്റെ മണിയറയിലേക്ക് വരുന്നത് പോലെ അവന് തോന്നി. ഒരു നിമിഷം അവൻ വിളിച്ചു, മിസ്സിരി. പെട്ടെന്നാണ് അവന് യഥാർത്ഥ സത്യം മനസ്സിലായത്. അതെ, ഇത് വെറും ഒരു പാഴ്ക്കിനാവ് മാത്രമാണ് എന്നുള്ളത്. എന്നാൽ ഈ സമയം ആശങ്കയിലായിരുന്നു നമ്മുടെ ഐഷുമ്മ. ഐഷുമ്മക്ക് എന്തെന്നില്ലാത്ത വിഷമം. റബ്ബേ, നല്ല മട്ടത്തിലെല്ലാം കഴിഞ്ഞു പോവായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിപ്പോൾ എന്താ റബ്ബേ, എന്തായിരിക്കും മോൾ അങ്ങനെ പറയാനുള്ള കാരണം? നല്ലൊരു പെൺകുട്ടിയായിരുന്നു. കുട്ടിക്ക് എന്താ തോന്നിയാവോ? ഇനി ഒരു പക്ഷേ അവളുടെ ഇഷ്ടം പഠിപ്പിക്കാനൊക്കെ പോവുകയാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം നുസൈബാനെ പഠിപ്പിക്കുന്ന സ്ഥിതിക്ക് അവളോട് പോകണ്ടെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ അവൾ വിചാരിക്കില്ല ഉമ്മ എന്നെ വേറെ കണ്ണുകൊണ്ട് കാണാമെന്ന്. അങ്ങനെയല്ല, ഞാൻ കരുതി ഇനിയിപ്പോൾ കുഞ്ഞുവിൻ്റെ കൈകളിലാണ്ട് എത്തിയിട്ട് അവർ പോവുക വരെ എന്തെങ്കിലും ആയിക്കോട്ടെ. കാരണം പെൺകുട്ടികളല്ലേ, പുറത്തു കൂടെ ഒക്കെ നടക്കുമ്പോൾ ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ ഇപ്പോൾ. എന്തെങ്കിലും വല്ല ചതിയിലൊക്കെ വീണ് പോയാൽ പിന്നെ അതുമായി. പിന്നെ ഉമ്മയും ബാപ്പയൊന്നും ഇല്ലാത്ത കുട്ടിയല്ലേ, ഉസ്താദ് നമ്മളെ ഏൽപ്പിച്ച കുട്ടിയാണ്. അതുകൊണ്ട് നമ്മളെ ശ്രദ്ധ നല്ലോണം വേണമല്ലോ. അതുകൊണ്ട് തന്നെ എന്നും കോളേജിലേക്കൊക്കെ പഠിപ്പിക്കാനും സ്കൂളിലേക്കൊക്കെ പോകുമെന്ന് പറയുമ്പോൾ അതൊരു പ്രയാസമുള്ള സംഭവം തന്നെയാണ്. ഏതായാലും പഠിച്ച റബ്ബേ, ഹയറായത് നീ തീരുമാനിക്കല്ല. എനിക്കൊന്നും പറയാൻ വയ്യ. ഓളോട് പോകണ്ടെന്നും പറയാൻ വയ്യ, പൊയ്ക്കോന്നും പറയാൻ വയ്യ. കാരണം അവൾക്കും ഉണ്ടാവില്ലേ, ഇത്രയും പഠിച്ച കുട്ടിക്ക് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ. ആയിക്കോട്ടെ, അവൾ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ആയുഷമ്മ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സമയം മിസ്സിരി ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം കുഞ്ഞുവിനെ ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. കുഞ്ഞു നിഷ്കളങ്കനാണ്, പാവമാണ്. പക്ഷേ അവൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ ഞാൻ ഇറങ്ങാറില്ല. വന്നാൽ തന്നെ ഞാൻ മാറിപ്പോകും. അവനെന്തെങ്കിലും വിചാരിച്ചോ ആവോ. റബ്ബേ, കുഞ്ഞുവിനോട് എനിക്ക് യാതൊരു ദേഷ്യവും വെറുപ്പും ഒന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സ് അത് മാറ്റാനാണ് റബ്ബേ പ്രയാസം. കാരണം എൻ്റെ ഒരു കാരണം കൊണ്ട് ഒരാൾക്കും ഒരു ആപത്തും വരരുത്. പ്രത്യേകിച്ച് കുഞ്ഞുവിനായാലും എൻ്റെ ബ്രദർ വാഫി ഉസ്താദിനായാലും പുത്തൻ വീടിന് ആയാലും യാതൊരു ബുദ്ധിമുട്ടും വരരുത്. ആരെയും പേടിച്ച് ഞാൻ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ചോളാം, കുഴപ്പമില്ല, ആരും അറിയാത്ത രീതിയിൽ. റബ്ബേ, എന്നാലും ഇതൊന്നും തുറന്ന് പറയണ്ട. അവൾ ഓരോന്ന് ചിന്തിക്കുകയാണ്. അതുവരെയും സന്തോഷമായിരുന്നു കുഞ്ഞിനെ ആലോചിക്കുമ്പോൾ. എന്നാൽ ഇപ്പോൾ ഞാൻ അവനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുവിനെ ഇല്ലാതാക്കും
എന്നൊക്കെ കേട്ടപ്പോൾ അതും ആ വീട്ടിലെ ഒരു ആൺതുണയാണ് അവൻ. വേറൊരു ജ്യേഷ്ഠൻ വേറെ എവിടെയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ വീട് കൊണ്ട് നടക്കുന്നതും വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നതും ഒക്കെ അവൻ തന്നെയാണ്. ആ ഉമ്മാക്കും ഉപ്പാക്കും താങ്ങും തണലുമായതാണ് അവൻ. അവനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റബ്ബേ, അത് വല്ലാത്തൊരു വിഷമായിരിക്കും, വല്ലാത്തൊരു പ്രയാസമായിരിക്കും. കാരണം അതെന്ന് വെച്ചാൽ അത് റബ്ബേ നീ കാത്തു രക്ഷിക്ക്. ശരിക്കും കുഞ്ഞുവിനെ കുറിച്ച് മിസ്രി ഓർത്തു. അല്ലാ, എൻ്റെ കാരണം കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവരുതേ അല്ലാ. അങ്ങനെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവളൊന്നും ഉണരാറുള്ള സമയത്ത് ഉണർന്നു. അവൾക്ക് തഹജ്ജുദ് നിസ്കരിക്കണം. അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവൾ ഉണർന്നു. പെട്ടെന്ന് അംഗസ്നാനം വരുത്തി ഫ്രഷായി അവൾ നിസ്കാരപ്പായയിലേക്ക് വന്നു. എന്നാൽ ഐഷുമ്മ എണീറ്റിട്ടില്ലായിരുന്നു. ഉമ്മയെ ഉണർത്താതെ നിസ്കരിക്കാം എന്ന് കരുതി. എന്നാൽ പതുക്കെ അവളുടെ ശബ്ദം ഉമ്മ കേട്ടു. മോളെ, ഈ നീച്ച മോളെ, എത്ര പെട്ടെന്നായോ? 4 മണിയൊന്നും ആയിട്ടില്ലല്ലോ. ഇല്ലുമ്മ, നിങ്ങൾ കുറച്ച് നേരം കിടന്നോളി. അല്ല മോളെ, ഇനി കിടന്നാൽ ഉറക്കപ്പെട്ടാലേ അറിയില്ല, ഞാൻ നീക്കട്ടെ. ഉമ്മ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എണീറ്റാൽ മതി. ഉമ്മയെ അവൾ ആശ്വസിപ്പിച്ചു. അങ്ങനെ അതാ അവൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു. അവൾ വിതുമ്പി കരയുകയായിരുന്നു. കാരണം അവളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ, വേദനകൾ പടച്ചവനോടല്ലാതെ വേറൊരാളോടും പറയാനില്ല എന്നതുകൊണ്ട് തന്നെ. അള്ളാഹുവേ, നീ എൻ്റെ മനസ്സറിയുന്നവരാണല്ലോ റബ്ബേ. പഠിച്ചോനെ, ഞാൻ എത്ര ത്യാഗം സഹിക്കുവാനും തയ്യാറാണ്. പക്ഷേ ഈ ഫാമിലിയിൽപ്പെട്ട ഒരാൾക്കൊന്നും സംഭവിക്കരുത്. കാരണം എല്ലാവരും സ്നേഹമുള്ളവരാണ്, എല്ലാവരും നല്ല സ്വഭാവക്കാരാണ്. റബ്ബേ, ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു നഷ്ടമായിരിക്കും. അതും എൻ്റെ കാരണം കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ അതൊരിക്കലും താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ട് റബ്ബേ, ഞാനായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ കോളേജിലേക്ക് പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് കയറുകയാണെങ്കിൽ ആയിക്കോട്ടെ, അതായിരിക്കും നല്ലത്. മനസ്സിൻ്റെ ഉള്ളിൽ പ്രതീക്ഷകളുണ്ടായിരുന്നു. സാരമില്ല, എന്തായാലും ഐഷുമ്മയോട് അനുഗ്രഹം വാങ്ങിയിട്ട് പോകണം, അത് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. മിസ്രി രണ്ടും കൽപ്പിച്ചു. ഒരിക്കലും എൻ്റെ കാരണം കൊണ്ട് കുഞ്ഞുവിൻ്റെ ജീവൻ അപായപ്പെടുത്താൻ എനിക്കാവില്ല. ഒന്നുമില്ലെങ്കിൽ അവനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അവനുണ്ടെന്നറിയുമ്പോൾ തന്നെ എനിക്ക് സമാധാനമാണ്. കുഞ്ഞു, നിൻ്റെ ജീവിത സഖിയാകാൻ എനിക്കൊരു പക്ഷെ പറ്റില്ലായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നീയാണ് എൻ്റെ ഭർത്താവ്. അതെ, അത് എനിക്ക് തള്ളിക്കളയാൻ പറ്റാത്ത സത്യമാണ്. പക്ഷേ എന്ന് കരുതി ഒരിക്കലും കുഞ്ഞു നീ വിവാഹം കഴിക്കാതിരിക്കരുത്. നീ എന്തായാലും മറ്റൊരു വിവാഹം കഴിക്കണം. എങ്കിലും എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാകും. ഒരിക്കൽ പോലും കുഞ്ഞു നീ എന്നെ... ശരിക്കും അവൾക്ക് ഒന്നും പറയാൻ വരെ കഴിയുന്നില്ല. അവളുടെ മനസ്സാകെ വിതുമ്പി പോവുകയാണ്. കുഞ്ഞുവിനെക്കുറിച്ചുള്ള ഓർമ്മ. കുഞ്ഞു നല്ല ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി നടക്കട്ടെ ഇവിടെ. അവരുടെ മകനായിട്ട്, ഫസീലത്തയുടെ ആങ്ങളക്കുട്ടിയായിട്ട്, ഐഷുമ്മയുടെ പ്രിയപ്പെട്ട മോനായിട്ട് അങ്ങനെ കുഞ്ഞു ജീവിക്കട്ടെ. അല്ലാതെ ഒന്നിനും മടിക്കാത്ത ചില കാട്ടാളന്മാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെന്നേക്കും ഒരു ഖേദമായി മാറും. പക്ഷേ പണക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കൂടുതൽ ചായവുള്ള ആളുകൾ, അവർക്ക് എന്തൊക്കെ തന്നെ കൊലപാതകങ്ങൾ ചെയ്താലും എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുകളാക്കിയാലും അവരെ ഒന്നും പിടിക്കാനും അവരെ ഒന്നും കൂട്ടിലിടാനും ആരുണ്ടാവില്ല. അവർക്കൊക്കെ നിയമം അവർക്ക് സപ്പോർട്ടായി നിൽക്കും. കാരണം പണം വാരി വിതറുകയല്ലേ. അതുകൊണ്ട് തന്നെ കുഞ്ഞു, നീ എന്നും ജീവിക്കണം ഇവിടെ. ഒരിക്കൽ പോലും നിൻ്റെ അനക്കമില്ലാത്ത ശരീരം അല്ലെങ്കിൽ നിൻ്റെ എഴുന്നേൽക്കാൻ വയ്യാത്ത കൈകാലുകൾ അതെനിക്ക് കാണാൻ കഴിയില്ല കുഞ്ഞു. അത് എൻ്റെ കൂട്ടുകാരിയുടെ അരികിലേക്ക് പോവുകയാണ്. അള്ളാഹുവേ, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു അള്ളാഹുവേ. മിസിരി വിതുമ്പി കരഞ്ഞു. അതെ, ഇന്ന് ഉറപ്പിക്കണം എല്ലാം. ഇന്ന് ഐഷുമ്മയോട് പറയണം, ഇക്കാക്കിയെ വിളിച്ചു വരുത്തണം, നാളെ മുതൽ ജോയിൻ ആവണം. അതേ നടക്കുള്ളൂ. എൻ്റെ കൂട്ടുകാരി ഉള്ളിടത്തേക്ക് പോകണം. അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞുവിനെ ഞാൻ വിഷമിപ്പിക്കില്ല അല്ലാ. എന്നും അവനുണ്ടാകണം ഇവിടെ. മിസിരി വിതുമ്പിക്കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശബ്ദത്തിന് നല്ല മാറ്റമുണ്ടല്ലേ. ചെറുതായിട്ട് പനിയുണ്ട്, പിന്നെ മൂക്കടപ്പ്, ജലദോഷമൊക്കെ ആയിട്ട് ഭയങ്കര പ്രയാസമുണ്ട് കേട്ടോ പറയാൻ. അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചതാണ്.
ഇൻഷാ അല്ലാ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.